ദുബായിൽ ഇനി മൈലാഞ്ചി ഇടാൻ പോകുന്നവർ ശ്രദ്ധിക്കണം. മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്നവർ ശ്രദ്ധിക്കണം എന്നാണ് പറയാനുള്ളത്. പെരുന്നാളൊക്കെ ആകുമ്പോൾ ആൾക്കാരൊക്കെ മൈലാഞ്ചി ഇടാൻ തുടങ്ങും. ഈ മൈലാഞ്ചി ഇടുന്ന സലൂണുകൾ വളരെ ശ്രദ്ധിക്കണം. കാരണം അവർ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് അതിനെന്തെങ്കിലുമൊക്കെ കയ്യിലോ അവിടെ എവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ, ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാൽ, സ്കിന്നിന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാൽ അത് കണ്ടുപിടിക്കാനായിട്ട് ദുബായ് മുനിസിപ്പാലിറ്റി ഇൻസ്പെക്ഷൻ ആരംഭിച്ചിരിക്കുന്നു. അതാണ് പ്രധാനപ്പെട്ട വിഷയം. അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഒറിജിനൽ മെറ്റീരിയൽസ് ഉപയോഗിക്കുക. നമ്മൾ ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള നല്ല മെറ്റീരിയൽസ് ഉപയോഗിക്കുക. മോശം മെറ്റീരിയൽസ് ഉപയോഗിച്ചാൽ ഇങ്ങനെ വന്ന് സലൂണുകളിലൊക്കെ ഈ ഇൻസ്പെക്ഷൻ നടക്കുമ്പോൾ ആ ഇൻസ്പെക്ഷനിൽ പിടിക്കപ്പെട്ടാൽ വലിയ ബുദ്ധിമുട്ടാവും. രണ്ടാമത്തത്, ഓതറൈസ്ഡ് ആയിട്ട് സലൂണിൽ മാത്രം പോയിട്ട് നിങ്ങൾ ചെയ്യാന്നുള്ളതാണ്. പിന്നെ വീടുകളിലൊക്കെ ചെയ്യുന്നവർ അത് അവരവരുടെ റിസ്ക്കിലും ഇഷ്ടത്തിലും ചെയ്യുന്നതാണ്. അതൊരു വിനോദമായിട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്. ഇനി അതെല്ലാം ഈ രീതിയിൽ സലൂണിലൊക്കെ പോയിട്ട് നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് കൈക്കോ കാലിനോ എന്തെങ്കിലും സ്കിന്നിനോ പ്രശ്നങ്ങൾ വന്നാൽ നിങ്ങൾ 800-900 എന്ന നമ്പറിൽ മുനിസിപ്പാലിറ്റി വിളിച്ചറിയിക്കണം എന്നാണ് പറഞ്ഞത്. മറ്റൊരു കാര്യം, ദുബായ് 24/7 എന്നുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടും അതിൽ നിങ്ങൾക്ക് കംപ്ലയിൻറ്റ് ചെയ്യാവുന്നതാണ്. മൈലാഞ്ചി ഇടുന്ന കാര്യത്തിൽ പോലും ഒരു ഗവൺമെൻറ് ഇത്രയും അധികം ശ്രദ്ധ ചെലുത്തുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ റെസിഡൻസിൻ്റെ, ഇവിടുത്തെ ജനങ്ങളുടെ മേൽ ഈ ഗവൺമെൻറ് കാണിക്കുന്ന ശ്രദ്ധ എത്ര കൂടുതലാണ് എന്ന് നാം മനസ്സിലാക്കണം. എല്ലാവർക്കും നല്ല ഐശ്വര്യപൂർണ്ണമായ റമദാൻ ആശംസിക്കുന്നു. മുനീർ അൽ വഫ വിത്ത് ലവ്.